എൻ്റെ പേര് ഫ്ലോറി സേവ്യർ. കുറേ പേര് നമ്മളറിയും. ഫ്ലോറിയ ഓർക്കിഡ്സ് അരനാട്ടുകര, തൃശ്ശൂർ. നമ്മളിവിടെ ഒരു മെഗാ സെയിൽ തുടങ്ങാൻ പോവാണ്. ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെയും ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ്സിൻ്റെയും എല്ലാ ഐറ്റംസും ഉണ്ടാവും. സെയിലിപ്പോൾ തിങ്കളാഴ്ച ചൊവ്വാഴ്ച തൊട്ട് തുടങ്ങാമെന്നാണ് വിചാരിക്കണേ. 15 വർഷമായി നമ്മളിപ്പോൾ ഈ രംഗത്തുള്ളത്. ഇപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സ് നമ്മളിവിടെ ഫ്ലവർ ചെയ്യിപ്പിച്ച് നമ്മുടെ ഫാമിൽ തന്നെ ഫ്ലവർ ചെയ്യിപ്പിച്ച് നമ്മളിത് വിൽക്കുന്നത്. ഇപ്പോൾ പിന്നെ നമ്മൾ കറക്റ്റ് അതിൻ്റെ ഫെർട്ടിലൈസറും വളങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ പല കളേഴ്സും എടുത്ത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും, നല്ല ഭംഗി ഉണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ വളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 19 കൊടുക്കാം, 20 കൊടുക്കാം. പിന്നെ കുറേ മറ്റേ ഗ്രോത്തിൻ്റെയും പിന്നെ റൂട്ടിൻ്റെയും ഇതിൻ്റെയൊക്കെ വളങ്ങൾ കൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം ഗ്രോത്തും വരും, ഫ്ലവറിങ്ങും വരും. പിന്നെ മുട്ട് പോണേന് നമ്മൾ സാധാരണ ഇൻസെക്ടിസൈഡും പെസ്റ്റിസൈഡും ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. പിന്നെ ഇനിയിപ്പോ ചൂടുകാലം വരാൻ പോണത്. അപ്പൊ വരുമ്പോൾ നമുക്ക് മൈറ്റ്സിന്റെ അറ്റാക്ക് വരും. മൈറ്റ്സിന്റെ അറ്റാക്ക് വരുമ്പോൾ അതിന്റെ ഇത് കൊടുക്കണം, മറ്റേ ഓബുറോണോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും മറ്റേ ഇൻസെക്ടിസൈഡ്സ് നമ്മൾ കൊടുക്കേണ്ടി വരും. എന്നാലാണ് ശരിക്കും ഫ്ലവർ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ചെടികളൊക്കെ നാശമാവും. ചെടികളുടെ ബാക്കിലൊക്കെ ഇങ്ങനെ ഡോട്ട്സ് വരും മൈറ്റ്സ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അത് ചൂട് കൂടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വരേണ്ടത്. ഇപ്പൊ ഇവിടുന്ന് ഒരു 3-4 മാസത്തേക്ക് അത് അറ്റാക്ക് ഭയങ്കര കൂടുതലായിരിക്കും. നമ്മളിവിടെ ഈ ബ്ലൂമിങ് സൈസ് പ്ലാന്റ്സ് എടുത്തിട്ടാണ് നമ്മൾ ക്വാറന്റൈൻ വെച്ച് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്ലവർ ചെയ്യിപ്പിച്ച് ഇവിടെ കൊണ്ടുവരുന്നത് വിൽക്കാനായിട്ട്. പിന്നെ സീഡ്ലിങ്സ് വളർത്തിയതല്ല ഈ പ്ലാന്റ്സ് ഒന്നും. ഇതൊക്കെ ബ്ലൂമിങ് സൈസ് പ്ലാന്റ്സ് ആണ്. നമ്മുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റി പ്ലാന്റ്സ് നമ്മൾ എടുത്ത് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇത്രയും നല്ല സ്പൈക്കും ഇത്രയും നല്ല ഫ്ലവറിങ്ങും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കാറ്റ്ലിയ വെറൈറ്റീസ് ആണ് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത്. പിന്നെ ഇത് ഡോൺ മാരി ഡെൻഡ്രോബിയത്തിൽ തന്നെ. പിന്നെ ഇത് ഹിബിക്കിയാണ്. ഹിബിക്കി ഫ്ലവർ ചെയ്തതാ. പിന്നെ ഇതൊക്കെ കോമ്പാക്ടത്തിന്റെ പുതിയ വെറൈറ്റീസ് വന്നേക്കുന്നതാണ്. കോമ്പാക്ടത്തിൽ പുതിയ കളേഴ്സ് ഇറങ്ങിയിരിക്കുന്നതാണ് ഇതൊക്കെ. ഇത് സോണിയ എസാക്കുൾ സ്പ്ലാഷിന്റെ വെറൈറ്റി. ഇതൊരു പുതിയ ഡെൻഡ്രോബിയത്തിൽ തന്നെ കോമ്പാക്ടത്തിന്റെ വെറൈറ്റി വരുന്നത്. ഇത് നമ്മുടെ ലാസിയൻ ബ്രൗൺ ഓറഞ്ച് ലിപ്പാണ്. ഇത് മോർണിംഗ് റാബിറ്റ്. ഇത് ഡെൻഡ്രോബിയം മറ്റേ റാബിറ്റ് പിങ്ക്. ഇത് ഏലിയൻ. ഇത് സൂര്യ ഗോൾഡ്. ഇത് ഫ്രീഡ. ഇത് നമ്മുടെ നല്ലൊരു വെറൈറ്റിയാ, പുതിയ വെറൈറ്റീസ് പഴയത് തന്നെയാണ്. പക്ഷെ ഇപ്പൊ നല്ല പ്ലാന്റ്സ് ആയിട്ട് വരണ്ട. ഇത് ലഡൈമോൻ. ഇതൊക്കെ ലഡൈമോന്റെ വെറൈറ്റീസാ. ഇത് വലിയ ഫ്ലവറാ വരും, കുറച്ചുകൂടി വലിയ ഫ്ലവർ ആവും ഇത്. ഇത് പാക്ബൂണിന്റെ വലിയ ഫ്ലവർ, അത് ബിഗ് ഫ്ലവേഴ്സ്. ഇത് മെസഞ്ചനിൽ വെറൈറ്റിയാണ്. പിന്നെ ഇത് മെസഞ്ചനിൽ തന്നെ ഷോർട്ട് ഇയർ എന്ന് പറഞ്ഞ വെറൈറ്റി. ഇതിന് നല്ല മണമായിരിക്കും ഷോർട്ട് ഇയറിന്. ഇത് നമ്മുടെ സാധാരണ എയറി വൈറ്റ്. ഇത് മറ്റേ പാക്ബൂണിന്റെ തന്നെ വേറൊരു വേരിയേഷൻ അത്. ഇത് സൂപ്പർനോവ. ഇത് ഗുഡ് ലക്ക്. ഇതൊക്കെ വലിയ ബഞ്ചസ് വരുന്ന വെറൈറ്റീസ് അതൊക്കെ. ഇത് എയറി 2 ടോൺ. ഇത് പീച്ചിൽ വരണ്ട ഡൻ പീച്ച്. ഇത് റാബിറ്റ് റെഡ്. ഇതെല്ലാം റാബിറ്റ് റെഡ് ആണ്. ഇതെല്ലാം ഒരുമിച്ച് പൂത്തേക്കണത്. ഇത് മെറൂൺ 5 എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്.
പിന്നെ ഇത് ഡെൻ റാബിറ്റിന്റെ തന്നെ വേറൊരു വെറൈറ്റി. ഇത് ഡെൻഡ്രോബിയത്തിന്റെ ഒരു സൺബ്ലൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാ. ഇത് കുറെ നല്ല വലിയ ഫ്ലവർ ആയിരിക്കും ഇതിന്റെ. ഇനി ഫ്ലവറിന് സൈസ് വരും ഇതിന്റെ. ഇത് റെഡ് ഡ്രാഗൺ. ഇത് പാർമ വയലറ്റ്. ഇത് ലിബർട്ടിയുടെ വേറൊരു വെറൈറ്റി വരുന്നത്. ഇത് ഇനോബി. ഇതൊക്കെ വെറൈറ്റീസ് വരുന്നത് കോമ്പാക്ടത്തിലത്തെ വെറൈറ്റീസ് ആണ് ഇതൊക്കെ. ഇതൊക്കെ നൂലിപ്പിന്റെ വെറൈറ്റീസും ഇതൊക്കെയാണ് നിൽക്കുന്നത്. ഇതൊക്കെ ഡെൻഡ്രോബിയത്തിന്റെ നോർമൽ വെറൈറ്റീസ് ആണ് ഈ സെക്ഷൻ മുഴുവൻ ഇരിക്കുന്നത്. ഇതിൽ കുറെ കളേഴ്സ് ഉണ്ട്, വലിയ ഫ്ലവേഴ്സ് ഉണ്ട്. ഈ പ്ലാന്റ്സ് ഇപ്പൊ നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഈ ചകിരി ഇതിന്റെ മാറ്റണ്ട. നിങ്ങൾ ആ ചകിരി തന്നെ കുഴപ്പമില്ല. പക്ഷെ ചകിരി മോശമായിട്ടുണ്ടെങ്കിൽ ചകിരി മാറ്റണം, അല്ലെങ്കിൽ ചകിരി അത് തന്നെ മതി. പിന്നെ ബാക്കി കരി ഇട്ടിട്ട് നിങ്ങൾക്ക് മൺചട്ടിയിൽ പോട്ട് ചെയ്യുക പരമാവധി. എന്നിട്ട് പോട്ട് ചെയ്തിട്ട് പിന്നെ അതിന് പറ്റിയ വെളിച്ചം ഉണ്ടോന്ന് നോക്കുക. ലൈറ്റ്, അതിന്റെ അതിന്റെ ഫെർട്ടിലൈസർ, അതിന്റെ പെസ്റ്റിസൈഡ് ഇതൊക്കെ കൊടുത്ത് നിങ്ങൾ വളർത്തി കഴിഞ്ഞാൽ ഇതേമാതിരി തന്നെ നിങ്ങൾക്ക് ഫ്ലവറിങ് കിട്ടും, സ്ഥിരം കിട്ടും. ഡെൻഡ്രോബിയം എന്ന് വെച്ചാൽ വെയിലുണ്ട്, ലൈറ്റ് നല്ല ലൈറ്റ് ആണെങ്കിൽ അവര് നല്ലോണം ഫ്ലവർ ചെയ്യും. കൊല്ലത്തില് നല്ലോണം നല്ല 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 സ്പൈക്കുകളും വലിയ സ്പൈക്കും വലിയ ഫ്ലവർ ആയിട്ട് തന്നെ വെയിലുണ്ടെങ്കിൽ കിട്ടും നമുക്ക്. ഇത് ലാസിയാന്തറയുടെ വെറൈറ്റിയാ, മീൻസ് ആന്റിലോപ്പിന്റെ ഒരു വെറൈറ്റിയാണ് അത്. ഇത് നോങ്ചോങ്. ഇത് വലിയ കൊല വരുന്ന വെറൈറ്റിയാണ്. ഇതിപ്പോ തൽക്കാലം അത് മുറിഞ്ഞു പോയതാണ്. പിന്നെ ഇത് ട്വിസ്റ്റിന്റെ വെറൈറ്റിയാണ്. അത് വലിയ സ്പൈക്സ്, ഒരെണ്ണത്തുമ്പോൾ തന്നെ 3-4 സ്പൈക്സ് കിട്ടും നമുക്ക്. ഇതും ഓറഞ്ച് ട്വിസ്റ്റിന്റെ ഒരു വെറൈറ്റിയാ. ഇത് ഷുഗർ ബ്രൗൺ എന്നുള്ള വെറൈറ്റിയാ. ഇത് വലിയ സ്പൈക്കാ കിട്ടുക, നല്ല വലിയ സ്പൈക്കും വലിയ ചെടിയായിരിക്കും. ഇതിന്റെ അതേമാതിരി തന്നെ റെഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് ഇതും വലിയ സ്പൈക്ക് കിട്ടും നമുക്ക്, വലിയ നല്ല ഹൈറ്റില് ചെടികൾ വരും. ഇത് സ്റ്റാർ ഫിഷ്. ഇത് ഡെൻഡ്രോബിയം 3 ലിപ്പാണ്. ഇതിൽ വലിയ ഫ്ലവർ ആണിത്. സാധാരണ 3 ലിപ്സ് ചെറുതാണ് വരാറ്. ഇത് വലിയ ഫ്ലവറാണ് വൈറ്റിന്റെ. ഇപ്പൊ പുതിയതായിട്ട് വന്നേക്കണതാ. പിന്നെ ഇത് ഹൗവിക്ക് അല്ലെങ്കിൽ വൈറ്റ് കേളി രണ്ടും ഉണ്ട് ഇതിൽ മിക്സ്. ഹൗവിക്ക് ഈ ഒരു എഡ്ജും ഒരു ഈ ലൈറ്റ് ഡാർക്ക് കളർ വരും ഈ വൈറ്റിന്റെ. പിന്നെ ഇത് കേളിയും എല്ലാം കൂടി മിക്സ്. ഇത് ഫ്ലവർ ഉണ്ടായി കുറച്ച് കഴിയുമ്പോഴാണ് ആ കളർ വരണത്, അല്ലാണ്ട് ഉണ്ടായി അപ്പൊ തന്നെ വരണില്ല. ഇത് ചാബ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാ. ഇത് വലിയ ഫ്ലവറാ, ഇതിനേക്കാളും സൈസ് വരും ഫ്ലവറിന്, വലിയ ഫ്ലവറാ വരെ. പിന്നെ ഇതിൽ വേരിയേഷൻസും വരും, ചെറിയ ചെറിയ ഡാർക്ക്നെസ് ഒക്കെ കൂടുതലും കുറവായിട്ടും വരുന്നുണ്ട്. ഇത് അതിന്റെ വലിയ ഫ്ലവറാ കണ്ടോ. ഇനി ഉണ്ടാവുന്നത് നല്ല ഇതിൽ വരും. ചെടി ഇത്തിരി ചെറുതാ. ഇത് നല്ലൊരു പിങ്ക് ട്വിസ്റ്റിന്റെ ഒരു വെറൈറ്റിയാ. ട്വിസ്റ്റോണ് ആന്റിലോപ്പാണ് അതുമാതിരിയുള്ള ഒരു വെറൈറ്റി. അത് രണ്ടും കൂടി മിക്സ് ആയിട്ട് വരേണ്ടത്. ഇത് പിങ്കിൽ തന്നെ നോ ലിപ്പ് ഇല്ലാത്തൊരു വെറൈറ്റിയാ. ഫ്ലവർ വലിയ ഫ്ലവർ ആയിരിക്കും ഇതിന്റെ. ഇതിലും കളേഴ്സ് കൂടുതലും കുറവായിട്ടൊക്കെ വരും. വൈറ്റ് കൂടുതൽ, പിങ്ക് കൂടുതൽ, അല്ലെങ്കിൽ വൈറ്റ് കുറവ്, അങ്ങനെയൊക്കെ ആയിട്ട് വേരിയേഷൻസ് വരും. ഇത് ഡോൺമാരിയുടെ ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് ആണത്. ഡോൺമാരിയിലും റംഗമുൽ മ്യൂട്ടേഷൻ അങ്ങനത്തെ ഒക്കെ വരേണ്ടത്. ഇതൊരു സാലയ പിങ്ക് ആണ്. സാലയിൽ പുതിയ കളർ വന്നേക്കുന്നതാണ്. ഇത് മിനി യായ സ്പ്ലാഷ്, കുറച്ച് കോസ്റ്റ്ലി പ്ലാന്റാ. ഇതിന്റെ ഫ്ലവർ ഇപ്പൊ ജസ്റ്റ് കഴിഞ്ഞു തുടങ്ങി. അങ്ങനെ ഇത് ചെറിയ യായയുടെ തന്നെ സ്പ്ലാഷ് വെറൈറ്റി വരേണ്ട. വാൻഡാസിന്റെ ഇപ്പൊ നല്ല കളക്ഷൻസ് ഇപ്പൊ ഓൾറെഡി ഇവിടെ ഉണ്ട്, ഫ്ലവർ ഇല്ലാത്തതും ഫ്ലവർ ഇല്ലാത്തതായിട്ട്. വാൻഡ പരമാവധി ചട്ടിയിൽ ഇങ്ങനെ വളർത്തുമ്പോ മറ്റേ അതിന്റെ വേരുകള് ഇതാവാൻ പാടില്ല, ഉണങ്ങാൻ പാടില്ല. ഇനിയിപ്പോ വാനില വരുന്നത്, അപ്പൊ വേരുകൾക്ക് ഇനി ഉണക്കം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളൊരു 2 നേരം 3 നേരം ഒക്കെ നനയ്ക്കേണ്ടി വരും വാൻഡകളൊക്കെ. എന്നാലാണ് അത് ശരിക്കും അതിന്റെ ഫ്രഷ്നെസ് പോവാണ്ട് നിൽക്കുള്ളൂ. ഇത് ഓൺസീഡിയത്തിലുള്ള ഒരു വെറൈറ്റി ലാവ ബേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വിത്ത് ഫുൾ ഫ്ലവർ ആയിട്ടാണ് നിൽക്കണേ ലാവ ബേസ്റ്റ്.
ഇത് ട്വിസ്റ്റിന്റെ ഒരു വെറൈറ്റിയാണ്. ഡെൻഡ്രോബിയത്തിൽ തന്നെ ചെറിയ ഫ്ലവർ ആയിരിക്കും, പക്ഷെ നിറച്ച് കൊലകൾ വരും. ഒരെണ്ണത്തുമ്പോൾ തന്നെ 5-6 കൊലയൊക്കെ ഒരുമിച്ച് കിട്ടും. ഇത് ബ്രൗൺ റെഡ് എന്നുള്ള ഒരു വെറൈറ്റിയാ. ഇത് ട്വിസ്റ്റും ആന്റിലോപ്പൊക്കെ മിക്സ് വരുന്ന ഒരു വെറൈറ്റിയാ. കൂടി വരണത് അത് നന്നായി ഫ്ലവർ ചെയ്യും. ഇത് ആന്റിലോപ്പിന്റെ ബ്രൗൺ ട്വിസ്റ്റ് എന്നുള്ള വെറൈറ്റിയാ. ഇത് ആന്റിലോപ്പിന്റെ യെല്ലോ ട്വിസ്റ്റ് എന്ന് വന്നേക്കുന്നത്. ഇത് കരോക്ക് വൈറ്റാ. ഇത് ഗോൾഡൻ ട്വിസ്റ്റ്. ഇതും ഇതേമാതിരി കുറെ കൊലകൾ ഒരുമിച്ച് വരും. ഇതില് നല്ലൊരു വെറൈറ്റി. അത് യെല്ലോയും വൈറ്റും വരണത്. ഫ്ലവറിന്റെ ഷേപ്പിന് വ്യത്യാസം ഉണ്ട്, അതിന്റെ ചെറിയൊരു വ്യത്യാസം ഉണ്ട് അതിന്. ഇനി ഇത് വരണത് നമ്മുടെ ഡോറിമോൻ റെഡ്. ഇതെല്ലാം സെക്ഷൻ അത് തന്നെയാണ്. ഇതെല്ലാം ഡാർക്ക് കളേഴ്സിന്റെ പല വെറൈറ്റീസ് ആണ്. അതിൽ റെഡ് ഫോറെവർ ഉണ്ട്, ഫ്ലവർലെസ് പിങ്ക് ഉണ്ട്, ഹെയറി സൺബ്ലൈറ്റ്, പിന്നെ മറ്റേ സ്ട്രൈപ്സ് ഉണ്ട്, ഹെയറി 2 ടോൺ ഉണ്ട്. ഇത് മേരി പോപ്പിൻസ് ഉണ്ട്, ഒരു വെറൈറ്റി. ഇതെല്ലാം നോർമൽ വെറൈറ്റീസാ അധികം. ഇത് ഫുള്ളാം എന്ന് പറഞ്ഞ വെറൈറ്റിയാ. ചെറിയ പൂവായിരിക്കും, പക്ഷെ നിറച്ച് കൊലകൾ വരും. ഭയങ്കര സ്മെല്ലായിരിക്കും. കാലത്തൊക്കെ നല്ല സ്മെല്ലായിരിക്കും ഇതിന്. ഇത് അക്കപ്പോൺ സ്പ്ലാഷിന്റെ വെറൈറ്റിയാ. ഇത് നല്ല ഫ്ലവറിങ്, നല്ല വലിയ സ്പൈക്കായിട്ടാ ഫ്ലവറിങ് കിട്ടിയേക്കുന്നത്. പിന്നെ ഇതിന്റെ ഇടയിൽ ഒരെണ്ണുണ്ട്. ഇതിന്റെ ഇടയിലുള്ളത് ഡെൻ പ്ലസ് കാറ്റ് ആണ്. ഡെന്നും കാറ്റിലെയും മിക്സ് വരുന്ന ഒരു വെറൈറ്റിയാ. ഇതൊക്കെ അക്കപ്പോണിന്റെ വെറൈറ്റീസാണ്. ഇത് ഡെൻഡ്രോബിൻ ട്വിസ്റ്റിൽ വരുന്ന വെറൈറ്റിയാ. നല്ല ഡാർക്ക് കളേഴ്സ് ആണത്. ഇത് ആന്റിലോപ്പ. ഇത് പുതിയൊരു കളർ ഇപ്പൊ ഈ പ്രാവശ്യം കിട്ടിയേക്കണതാ ഞങ്ങക്ക്. ഇപ്പൊ ഫ്ലവർ ചെയ്തിട്ടുള്ളത് കുറച്ചുള്ളൂ. ഇത് ബ്രൗൺ റെഡ് എന്ന് പറഞ്ഞിട്ട് ഡാർക്ക് കളർ ആയിരിക്കും. നല്ല ഡാർക്ക് കളറാണ്. ഇത് സീസർ വെരാവാൻ. ഇത് ബനാന ട്വിസ്റ്റ്, നല്ല മണമായിരിക്കും ഇതിന്. ഇതും ആന്റിലോപ്പിൽ വരുന്നൊരു വെറൈറ്റിയാ. ഇത് ആന്റിലോപ്പും ട്വിസ്റ്റും കൂടി മിക്സ് വരുന്ന ഒരു വെറൈറ്റിയാവും. അതിന്റെ കേളിക്ക് വ്യത്യാസം ഉണ്ടാവും. അതിന്റെ സൈഡിലും ഒക്കെ ഒരു ഇങ്ങനെ ഫെദർ മാതിരി കട്ട് ചെയ്ത മാതിരി നിൽക്കുന്നുണ്ടാവും. ഇത് ഡ്രാഗണിന്റെ, ഇത് വലിയ പ്ലാന്റാ, ഡ്രാഗൺ വെറൈറ്റി. ഇത് റാബിറ്റ് റെഡ്. ഇത് വലിയ പ്ലാന്റാ. ഇതിന്റെ ഫ്ലവറിന്റെ സ്പൈക്കിന് നല്ല നീളുണ്ടാവും. ഇത് യെല്ലോ പിങ്ക് ലിപ്പ് ട്വിസ്റ്റിന്റെ ഒരു വെറൈറ്റിയാ. ഇത് പിങ്ക് ചെറി. ചെറിയ പൂവായിരിക്കും, പക്ഷെ നിറയെ ഫ്ലവർ ഉണ്ടാവും. ഇത് ബനാന റോയൽ. പിന്നെ ഇത് ഡെൻഡ്രോബിൻ പാനി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇപ്പൊ ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടുള്ള ഞങ്ങൾക്ക്. ഇതിന്റെ ഫ്ലവറിന് വ്യത്യാസമുണ്ട്, പക്ഷെ ഇത് നല്ല സ്പൈക്ക് വരുന്ന വെറൈറ്റിയാ. നിറയെ ഇത് ഫസ്റ്റ് സ്പൈക്ക് അപ്പൊ ഞങ്ങൾക്ക് വന്നിട്ടുള്ളൂ. പക്ഷെ ഇത് നല്ലോണം സ്പൈക്ക് വരുന്ന വെറൈറ്റിയാ. ഹൈറ്റും വരും, നല്ല വലിയ പ്ലാന്റ് ആയിട്ട് കിട്ടും അത്. ഇത് ഡിസ്കളറിന്റെ വെറൈറ്റി, നല്ല സ്മെല്ലുള്ള വെറൈറ്റിയാ.
ഇതൊക്കെ ഡിസ്കളറാണ് ഈ നിൽക്കുന്നതൊക്കെ. ഡിസ്കളറിൽ പല കളറും പല വേരിയേഷൻസും വരും ഇതിൽ. ഇത് യെല്ലോന്റെ ഒരു പുതിയ വെറൈറ്റി വന്നേക്കുന്നതാണ്. ഇതിന്റെ പേര് യെല്ലോ റെഡ് ലിപ്പ് എന്നാ പറഞ്ഞേക്കുന്നത്. ഇത് ആന്റിലോപ്പ്. ഇത് ബ്ലൂ ട്വിസ്റ്റാണ്, ബ്ലൂ കളറാണ്. ഇതുമ്പോൾ നിറച്ച് ഫ്ലവർ വരും, വലിയ പ്ലാന്റ് ആവും, നിറയെ കൊലയും വരും. ഒരെണ്ണത്തുമ്പോൾ തന്നെ 4-5 കൊലയൊക്കെ ഒരുമിച്ച് വരും ഈ വെറൈറ്റിക്ക്. ഇത് ചിഫോൺ ബ്രൗൺ. ഇതൊക്കെ ആന്റിലോപ്പ്. ഇത് ചാൻചോ വൈറ്റ് യെല്ലോ. ഇത് ബനാന വൈറ്റ് റെഡ് ലിപ്പ്. ഇത് ആന്റിലോപ്പിന്റെ വെറൈറ്റിയാണ്. ഇത് 2-3 കൊലയാണ് വന്നേക്കണത്. അത് കൊലകളുടെ എണ്ണം കൂടി ഇപ്പൊ ഒരു ബഡ് നിൽക്കുന്നുണ്ട്, ഒരു 2 കൊലയുണ്ട് അതിൽ. ആന്റിലോപ്സിനൊക്കെ അങ്ങനെയാണ്, എണ്ണം കൂടുതലായിരിക്കും കൊലകൾക്ക് പ്ലാന്റ് നന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇതും ട്വിസ്റ്റിന്റെ ഒരു വെറൈറ്റിയാണ്, യെല്ലോ ട്വിസ്റ്റ്. ഇത് ഹാർഡനി ബ്ലൂ എന്ന് പറഞ്ഞിട്ടാണ് വന്നേക്കണത്. ഇത് ഓറഞ്ച്, ഡെൻ ഓറഞ്ച്. ബാക്കി ഇതൊക്കെ മറ്റേ ഇതിന്റെ ഡിസ്കളറിന്റെ വെറൈറ്റീസ് ആണ് ഇതൊക്കെ നിൽക്കണത്. ഇപ്പൊ ഫ്ലവർ നിൽക്കണത്. ഇത് ഓൺസീഡിയം ഫ്രാഗ്രൻസ്, നല്ല മണം ഉണ്ടാവും. ഇത് കാറ്റ്ലിയ യെല്ലോ. ഇത് ഡെൻഡ്രോബിയൻ ഡോറോത്തി വെറൈറ്റിയാ. ഇത് ഇതേമാതിരി നിറച്ച് സ്പൈക്സ് വരുന്ന വെറൈറ്റിയാ. പിന്നെ വലിയ പ്ലാന്റും അത്, നല്ല വലിയ പ്ലാന്റ് അത്. അപ്പൊ നിറയെ ഫ്ലവർ ഉണ്ടാവും അതും. ഇതെല്ലാം ഡെൻഡ്രോബിയത്തിന്റെ സീഡ്ലിങ്സ് ആണ്. 10-100-150 വെറൈറ്റീസ് ഇപ്പോൾ ഓൾറെഡി സീഡ്ലിങ്സ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ആ സൈഡ് മൊത്തം വാൻഡാസ കിടക്കണത്. വാൻഡാസ് വിത്തൗട്ട് ഫ്ലവറും വിത്ത് ഫ്ലവറും എല്ലാതും മിക്സ് ആണ്. അത് വെറൈറ്റീസും എല്ലാതും അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിലിപ്പോ നോർമൽ വെറൈറ്റീസും ഉണ്ട്, സ്പെഷ്യൽ വെറൈറ്റീസും ഉണ്ട്. എല്ലാ വെറൈറ്റീസും കൂട്ടിയിട്ടാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. അപ്പോ അത് രണ്ട് റേറ്റിലാണ് വരിക. ഇവിടുത്തെ ഓരോ സെക്ഷൻ ഓരോ റേറ്റിനാണ് ഇവിടുത്തെ ഇത് വിൽക്കണത്. ഇപ്പോ ഇതൊക്കെ പോട്ടിൽ സെറ്റ് ചെയ്ത പ്ലാന്റ്സാ. ഇതിലൊക്കെ എല്ലാ വെറൈറ്റീസും അവൈലബിൾ ആയിരിക്കും. മറ്റേ ട്വിസ്റ്റ് ആയാലും ആന്റിലോപ്പ് ആയാലും നോർമൽ വെറൈറ്റീസും പിന്നെ സ്പെഷ്യൽ വെറൈറ്റീസ് ഏതൊക്കെ പറഞ്ഞു വെച്ചാൽ അതൊക്കെ അവൈലബിൾ ഇപ്പോൾ എല്ലാ വെറൈറ്റീസിന്റെയും. ഈ വലിയ പ്ലാന്റ്സ് ഇരിക്കുന്നതൊക്കെ മിക്കത് ആന്റിലോപ്സിന്റെ വെറൈറ്റീസ് ആണ്. അതൊക്കെ വലിയ പ്ലാന്റുകൾ ആയതാണ് ഇപ്പോൾ. ഇനിയിപ്പോ അത് ഫ്ലവറിങ്ങിന് സ്റ്റേജ് ആയി തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഡെൻഡ്രോബിയം ബ്ലൂമിങ്സ് തന്നെ ഒരു 10-100 വെറൈറ്റീസ് ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടാവും. പക്ഷെ കുറെ എണ്ണത്തിന് ഫ്ലവർ ഇല്ല. ഫ്ലവർ ഇല്ലാത്ത വെറൈറ്റീസും കുറെ ഉണ്ട്. ഇപ്പൊ ഫ്ലവർ ആവുന്നത് മാത്രം ഞങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത്. പിന്നെ ഡെൻഡ്രോബിയം സീഡ്ലിങ്സ് ആണെങ്കിൽ അതും ഉണ്ടാവും ഒരു 10-100 വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി. 100-100നേക്കാളും കൂടുതലുണ്ടാവുള്ളൂ, കുറയില്ല. പിന്നെ മൊക്കാറ, വാൻഡ, ഓൺസീഡിയം, കാറ്റ്ലിയാസ് എല്ലാ വെറൈറ്റീസും ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ മെഗാ സെയിലിനുള്ള ഓഫറുകൾ നമ്മൾ ഇവിടെ വരുമ്പോൾ പറയാം. ഇപ്പൊ ഒരു 100 രൂപ തൊട്ട് ഡെൻഡ്രോബിയം സ്റ്റാർട്ടിങ് ഉണ്ടാവും ബ്ലൂമിങ് സൈസിൽ.
പിന്നെ പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്ന് വേണമെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കാം. പിന്നെ ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈൻ നമ്മളിപ്പോൾ നമ്പർ കൊടുക്കുന്നുണ്ട്, അപ്പോൾ ഓൺലൈനിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ്സ് അയക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം അയക്കാൻ, നിങ്ങൾക്ക് അറിയാം അത്. അപ്പോൾ അത് ഓർഡർ പറയുമ്പോൾ നിങ്ങൾ കുറച്ച് ഒരു 10 ഓർഡർ പറഞ്ഞാലാണ് ഞങ്ങൾക്ക് അത് കറക്റ്റായിട്ട് അയക്കാൻ പറ്റുള്ളൂ. ഒരെണ്ണം 2 പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് അയക്കുമ്പോൾ ഞങ്ങൾക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല ഫ്ലവർ ശരിക്കും അവിടെ എത്തുമോ എത്തില്ലേ എന്ന്. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.